വരുന്നുണ്ട്. എന്തായി മമ്മൂക്ക? എന്ത് പറഞ്ഞു? സംശയിക്കാനൊന്നുമില്ല, ആ നായർ തന്നെ എല്ലാത്തിനും പിന്നിൽ. അടുത്ത ബുധനാഴ്ച നമ്പർ 20 മദ്രാസ് മെയിൽ വെച്ച് ചോദിച്ച തുക മുഴുവൻ തരാമെന്ന് സമ്മതിച്ചിരിക്കുക. ബാക്കിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ. കേറ്. Train number 20, Madras Mail, going to Madras, will arrive on platform number 3 shortly. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 20-ാം നമ്പർ മദ്രാസ് മെയിൽ 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഉടൻ തന്നെ പുറപ്പെടുന്നതാണ്. Train number 20, Madras. Mr. Nair. Going to Madras. Will leave on platform number 2 shortly. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. എറണാകുളത്ത് നിന്ന് ഒറ്റ വിടലായിരുന്നു ടാക്സിയിൽ, അത് നോൺ സ്റ്റോപ്പ്. മമ്മൂട്ടി സാർ അങ്ങോട്ടാ മദ്രാസേക്കാ? അതെ, കൈ നടത്തേ, കൈയെടുക്കേ, കൈയാക്കണോ? എല്ലാം നമ്മുടെ പിള്ളേരാ, പേടിച്ചു പോയോ? കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രൈവസി കിട്ടട്ടെ എന്ന് വെച്ചാൽ ഒരു ബോഗി തന്നെ അങ്ങ് ബുക്ക് ചെയ്തു. ആരും ഒന്നും ചെയ്യരുത്, വലിയ മനുഷ്യനാണ്. ചട്ടമ്പിത്തരം കാണിക്കാനുള്ള പുറപ്പാടാണല്ലേ നായർ സാറേ? ഇതൊരുമാതിരി വൃത്തികെട്ട പണിയായി. ഒരല്പം വൃത്തികെട്ട പണിയും ചട്ടമ്പിത്തരവും ഇല്ല ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുകയല്ല. എടാ, സാറിനെ എടുത്താ ക്യാബിനെ കൊണ്ടിരുത്ത്. വേണ്ട, മാറി.
അല്ല ഇയാൾ എന്തോന്നാ വിചാരിച്ചേ ഈ 20 ലക്ഷവും 30 ലക്ഷവും എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് എടുത്തു കയറിയതൊന്നും സിനിമയാന്ന് വിചാരിച്ചോ? താൻ എന്റെ ലൈഫ് ഇട്ട് ശരിക്കൊന്ന് കളിച്ചു. അസല് സിനിമ സ്റ്റൈല്. ഇനി മതി, ബാക്കി ഞാൻ കളിച്ചോളാം. ആ ഡയറിയുടെ ഏതായാലും പണം തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറ്റിക്കുന്നില്ല. ഒരു 101 രൂപയാണെങ്കിൽ തരും. ബി എ ഗുഡ് ബോയ്. ഡയറി ഇടറാ. ദിസ് ഈസ് ചീറ്റിംഗ് മിസ്റ്റർ നായർ. ഡയറി തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? എവിടെയാടാ ഡയറി? താൻ എന്താ പറഞ്ഞേ? ഈ ബോഗി മുഴുവൻ തന്റെ ആൾക്കാരാണെന്നോ? ട്രെയിൻ എന്താണോ തന്റെ തന്തയുടെ വകയാണോ? എടാ വരട്ടാതടോ. താൻ ഇതല്ല ഇതിന്റെ അപ്പുറത്തെ പണി കാണിക്കുമെന്ന് എനിക്കറിഞ്ഞൂടെ? താൻ എന്ത് വിചാരിച്ചു? ഞാൻ ഡയറിയും കഷത്തി വെച്ച് കൈയും വീശും ഇങ്ങോട്ട് വരുമെന്നോ? പാവം. ഏതായാലും ഡയറി തൽക്കാലം എന്റെ കൈവശം ഇല്ല. എന്ന് വെച്ച് ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ല, തരും. പക്ഷേ ഇവിടെ വെച്ചല്ല, സേലത്തെത്തുമ്പോ. അവിടെ നിന്ന് എന്റെ കുറെ പിള്ളേർ കറിച്ചു. തനിക്കറിയാവരെ, നമ്മുടെ ടോണിയും കൂട്ടരും. ടോണിയെ താൻ അറിയില്ലേ? ഇനിയിപ്പോ സേലത്തെത്തുമ്പോ എന്നെ അങ്ങ് കുത്തി മലത്തി പിള്ളേരെയും കൊന്ന് ഡയറി എടുത്തോണ്ട് പോകാന്ന് വിചാരിക്കണ്ട. അതൊന്നും നടക്കില്ല. ദേ, ഞാൻ ഈ കർച്ചീഫ് വീശി കാണിക്കാതെ അവർ ഈ ബോഗി കയറില്ല. തനിക്ക് ഡയറിയും കിട്ടില്ല. 20 ലക്ഷം രൂപ തന്നിട്ട് നിന്റെ ഡയറി എനിക്ക് വേണ്ട. വേണ്ട? അല്ലാതെ തന്നെ ഡയറി കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അടുത്ത സ്റ്റേഷൻ ഈറോഡാണ്. ഞാനും എന്റെ കുറെ ആൾക്കാരും അവിടെ ഇറങ്ങും. നേരെ കാർ എടുത്ത് പോയി ഈ വണ്ടി സേലത്തെത്തുന്നതിന് മുമ്പ് ഞങ്ങൾ എവിടെ എത്തും. 3-4 പിള്ളേരെ തപ്പിയെടുക്കാൻ അത്ര പാടുള്ള കാര്യമൊന്നും അല്ല. അതുവരെ നീ ഇവിടെ ഇരിക്കും. കട്ടടാ. നിങ്ങൾ 4 പേര് എൻ്റെ കൂടെ വരണം. ഇവനെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. എല്ലാരും അകത്ത് വരി. നീ ഇപ്പൊ വരണ്ട. സേലം എത്തുന്നവരാര് വിളിച്ചാലും തുറക്കണ്ട. ഓക്കെ സാർ. ഏയ് என்ன சார்? எங்க போனா? சேலம். சீக்கிரம் போ. சரி சார்.